ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വിവിധ ഭാഷകളിലായി ഒട്ടനവധി സിനിമകളാണ് തിയേറ്ററെത്തിയത്. മലയാളത്തിൽ നിന്ന് പ്രധാനമായും ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ആസിഫലി സിനിമയായ മിറാജ് എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത്. കൂമൻ എന്ന വിജയ സിനിമയ്ക്ക് ശേഷം ഇരുവരും ഒരുമിക്കുന്ന ഈ സിനിമയ്ക്ക് ആവറേജ് അഭിപ്രായമാണ് നിലവിൽ നേടിയെടുക്കാനായിട്ടുള്ളത്. എന്തായാലും മോശം സിനിമയല്ല എന്ന പ്രതികരണം വന്നതിന് ശേഷം സിനിമയ്ക്ക് ബുക്കിംഗ് വർദ്ധിച്ചിട്ടുണ്ട്. നിലവിൽ മണിക്കൂറിൽ 2500 മുതൽ 3000 ടിക്കറ്റുകൾ ഈ സിനിമയ്ക്ക് വിറ്റഴിക്കപ്പെടുന്നുണ്ട്. അപർണ ബാലമുരളി, ഹന്ന റജി കോശി, ഹക്കിം ഷാ എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് സതീഷ് കുറുപ്പാണ്. വിഷ്ണു ശ്യാമാണ് ഈ സിനിമയ്ക്ക് സംഗീതം പറഞ്ഞിട്ടുള്ളത്. ഇനി മിറാജിന്റെ ആദ്യ ദിവസത്തെ കളക്ഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ 1,20,00,000 റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനുള്ള സാധ്യത റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇന്ന് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 2 കോടിക്ക് മുകളിലും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യ ദിവസം മോശമല്ലാത്ത ഒരു തുടക്കം തന്നെയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. എന്നാൽ നിലവിൽ കേരളം ഉൾപ്പെടെ മികച്ച ബുക്കിംഗ് നേടിയെടുത്ത് വമ്പൻ കളക്ഷനുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിനിമ ലോക ചാപ്റ്റർ 1 ചന്ദ്ര തന്നെയാണ്. ഈ സമയങ്ങളിൽ ഈ സിനിമയ്ക്ക് മണിക്കൂറിൽ 6500 മുതൽ 7000 ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെടുന്നുണ്ട്. കല്യാണി, പ്രദർശൻ, നസ്ലേൻ എന്നിവർ പ്രധാന താരങ്ങളായി ഡൊമിനിക് അരുൺ തിരക്കഥ സംവിധാനം ചെയ്ത് ഓണർ റിലീസായി ഓഗസ്റ്റ് 22 തീയതി വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത് കഴിഞ്ഞിരിക്കുന്ന ഈ സിനിമ 22ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ 1,54,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. ആദ്യ 22 ദിവസം കൊണ്ട് 96,28,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായി 52,35,00,000 സ്വന്തമാക്കിയ ഈ സിനിമ ഇന്നലെ വ്യാഴാഴ്ച വരെ 148,63,00,000 രൂപയാണ് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. 22 ദിവസം കൊണ്ട് വിദേശ കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തത് 112,51,00,000 രൂപയാണ്. ടോട്ടൽ 261,14,00,000 രൂപയാണ് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇനി 23ാം ദിവസം കൂടിയായ 4ാമത്തെ വെള്ളിയാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് മറ്റ് സിനിമകളുടെ റിലീസൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ സിനിമയുടെ കളക്ഷൻ കൂടുകയാണ് ഉണ്ടായത്. ഇന്ന് ഈ സിനിമ കേരള കളക്ഷനായി ഏകദേശം 1,80,00,000 മുതൽ 2 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യ 23 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 98 കോടിയോളം രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇന്നത്തെ കളക്ഷനോടെ മഞ്ഞുമൽ ബോയ്സിന് ശേഷം 150 കോടിക്ക് മുകളിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ കളക്ഷൻ നേടിയെടുക്കുന്ന രണ്ടാമത്തെ മലയാള ചിത്രമായി ലോക ചാപ്റ്റർ 1 മാറിയിരിക്കുകയാണ്. ഇനി 23ാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ചയിലെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് വന്നാൽ ഇന്ന് 3.5-4 കോടി റേഞ്ചിൽ കളക്ഷനാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യ 23 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷനായി 264-265 കോടി റേഞ്ചിലാണ് എത്തി നിൽക്കുന്നത്. മോഹൻലാൽ നായകനെ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 28 ഓണർ റിലീസായി തിയേറ്ററിലെത്തിയ ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള 22 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കേരള കളക്ഷനായി ഇന്നലെ 38 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. 39,74,00,000 രൂപയാണ് 22 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ. 4ാമത്തെ വെള്ളിയാഴ്ചയും 23ാം ദിവസം കൂടിയായി ഇന്ന് ഈ സിനിമ കേരളത്തിൽ ഏകദേശം 35 ലക്ഷം റേഞ്ചിൽ കളക്ഷനാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ കളക്ഷനോടെ ഈ സിനിമ കേരള ബോക്സ് ഓഫീസിൽ 40 കോടിക്ക് മുകളിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. 23 ദിവസത്തെ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 72.5-73 കോടി റേഞ്ചിലാണ്. അതേസമയം ഹൃദയപൂർവ്വത്തിന്റെ OTT റിലീസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റും പുറത്തു വന്നിട്ടുണ്ട്. ഈ വരുന്ന സെപ്റ്റംബർ 26 ജിയോ ഹോട്ട്സ്റ്റാർ വഴി ഈ ചിത്രത്തിന്റെ OTT സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. തേജ സച്ച് നായകനായി കാർത്തിക് ഘട്ടംലേനി തിരക്കഥ സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 12 തിയേറ്ററിലെത്തിയ തെലുങ്ക് ഫാന്റസി ആക്ഷൻ അഡ്വഞ്ചർ ത്രില്ലർ സിനിമയാണ് മിറായി. ഈ സിനിമ ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ 3,50,000 രൂപയാണ് കളക്ട് ചെയ്തത്. 39,25,000 രൂപയാണ് ആദ്യ 7 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ. ആന്ധ്ര, തെലങ്കാനയിൽ നിന്ന് 51,60,00,000 രൂപയാണ് 7 ദിവസം കൊണ്ട് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. കർണാടക കളക്ഷനായി 7,30,00,000 സ്വന്തമാക്കിയ സിനിമ തമിഴ്നാട് കളക്ഷനായി 1,82,00,000 രൂപയും 7 ദിവസം കൊണ്ട് നേടിയെടുത്തിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിൽ നിന്ന് 15,57,00,000 ഉൾപ്പെടെ 76,60,00,000 രൂപയാണ് ആദ്യ 7 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ. വിദേശ കളക്ഷനായി 24,40,00,000 സ്വന്തമാക്കിയ സിനിമ ആദ്യ 7 ദിവസം കൊണ്ട് 101 കോടി രൂപയാണ് ലോകമെമ്പാടുമായി നേടിയെടുത്തിട്ടുള്ളത്. എന്നാൽ സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷൻ എന്ന പേരിൽ 112 കോടിയുടെ പോസ്റ്റർ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഇനി 8ാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ചയിലെ ഈ സിനിമയുടെ കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് 5.5-6 കോടി റേഞ്ചിൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യ 8 ദിവസം കൊണ്ട് 107 കോടിക്ക് മുകളിലാണ് ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. മിറായി എന്ന സിനിമയ്ക്കൊപ്പം സെപ്റ്റംബർ 12 തിയേറ്ററിലെത്തിയ തെലുങ്ക് സിനിമയാണ് കിഷ്കിന്ധാപുരി. ബെല്ലംകൊണ്ട സായി ശ്രീനിവാസ്, അനുപമ പരമേശ്വരൻ എന്നിവർ പ്രധാന താരങ്ങളായി കൗശിക് പേരലപതി സംവിധാനം ചെയ്ത ഈ സിനിമ പോസിറ്റീവ് അഭിപ്രായമായിരുന്നു നേടിയെടുത്തിരുന്നത്. ഈ സിനിമ ആദ്യ 7 ദിവസം കൊണ്ട് കേരളത്തിൽ 4 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ആന്ധ്ര, തെലങ്കാന കളക്ഷനായി 7 ദിവസം കൊണ്ട് 13,61,00,000 രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. കർണാടകയിൽ നിന്ന് 95 ലക്ഷം നേടിയെടുത്ത ഈ സിനിമ തമിഴ്നാട്ടിൽ നിന്ന് 10 ലക്ഷം രൂപ മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 7 ദിവസത്തെ ഈ സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 14,65,00,000 രൂപയാണ്. വിദേശ കളക്ഷനായി 2,60,00,000 നേടിയെടുത്ത ഈ സിനിമ 7 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 17,25,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഈ സിനിമയുടെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത് 25 കോടി രൂപയാണ്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.